എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടാൻ വന്നിരിക്കുന്നത് നമ്മുടെ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും കഥ പറയാൻ വേണ്ടിയിട്ടാണ്. ശിവൻ്റെയും പാർവതിയുടെയും കഥ ഹിന്ദു പുരാണങ്ങളിലെ ഏറ്റവും മനോഹരമായ പ്രണയകഥകളിൽ ഒന്നാണ്. ഈ കഥയുടെ പ്രധാന ഭാഗമാണ് സതിയുടെ പുനർജന്മം. പരമശിവന്റെ ആദ്യ പത്നിയായിരുന്നു സതീദേവി. പിതാവായ ദക്ഷൻ നടത്തിയ യാഗത്തിൽ അപമാനിതയായതിനെ തുടർന്ന് യോഗാഗ്നിയിൽ ദേഹം വെടിഞ്ഞു. പിന്നീട് ഹിമവാന്റെയും മേനകയുടെയും മകളായി പാർവതിയായി ജനിച്ചു. ശിവനെ ഭർത്താവായി ലഭിക്കാൻ പാർവതി വർഷങ്ങളോളം കഠിനമായ തപസ് അനുഷ്ഠിച്ചു. കാമദേവൻ ശിവന്റെ ധ്യാനം ഭംഗമാക്കാൻ ശ്രമിച്ചെങ്കിലും ശിവൻ കാമദേവനെ ഭസ്മീകരിച്ചു. എന്നാൽ പാർവതിയുടെ നിശ്ചയദാർഢ്യവും പ്രേമവും കണ്ട് ശിവൻ പാർവതിയെ പത്നിയായി സ്വീകരിച്ചു. ശിവഭഗവാനും പാർവതീദേവിയും വിവാഹിതരായ ശേഷം അവർ പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥയെ പ്രതിനിധീകരിക്കുന്നതിനു വേണ്ടി അർദ്ധനാരീശ്വര രൂപത്തിലായി മാറി. ഇത് പുരുഷൻ ശിവൻ, സ്ത്രീ ശക്തി എന്നീ ഊർജങ്ങളെ ഒത്തുചേരലിനെ സൂചിപ്പിക്കുന്നു. മഹാദേവന്റെയും പാർവതീദേവിയുടെയും പുത്രന്മാരാണ് ഗണപതി ഭഗവാനും സുബ്രഹ്മണ്യനും. പാർവതീദേവിയുടെ ഈ കഠിനമായ തപസ്സും അതേപോലെ തന്നെ ഈ ഒരു ത്യാഗവും കഠിനമായ പ്രയത്നവും യഥാർത്ഥ പ്രണയം എന്നിവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഈ പ്രണയത്തെ അനന്തവും അതുല്യവുമാണെന്ന് ദേവന്മാരും ദേവതകളും സ്വയം വിശേഷിപ്പിക്കുന്നു. പാർവതീദേവി ശിവനെ തൻ്റെ ഭർത്താവായി കണക്കാക്കിയിരുന്നു. അവൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് ശിവനെ ആയിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. മറുവശത്ത് ദേവന്മാർക്കും ഇത് തന്നെയായിരുന്നു ആവശ്യം. പാർവതീദേവിയെ വിവാഹം കഴിക്കണമെന്നുള്ള ആവശ്യം ദേവന്മാർ ശിവനെ അറിയിച്ചിരുന്നു. എന്നാൽ ശിവഭഗവാൻ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു. മൂന്നാമത്തെ കണ്ണുകൾ ഭസ്മമാക്കുകയും ചെയ്തു. എന്നാൽ ഇതുകൊണ്ടാവും പിന്തിരിയാതെ പാർവതി കഠിനമായ തപസ് ആരംഭിച്ചു. പാർവതീദേവിയുടെ തപസ് 3 ലോകങ്ങൾക്കിടയിൽ ഒരു വലിയ പ്രകമ്പനം സൃഷ്ടിച്ചു. വലിയ പർവ്വതങ്ങൾ അലയാൻ തുടങ്ങി. ദേവന്മാർ സഹായത്തിനായി ശിവനെ സമീപിച്ചു. ശിവൻ പാർവതിയുടെ തപസ്സിൽ സംതൃപ്തനായി അവൾക്ക് പ്രത്യക്ഷപ്പെടുകയും ഒരു രാജകുമാരനെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തന്നോടൊപ്പം ഉണ്ടായിരിക്കുക എളുപ്പമല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ തന്നെ ഭർത്താവായി സ്വീകരിച്ചതായി മാതാ പാർവതി പറഞ്ഞു. മറ്റാരെയും വിവാഹം കഴിക്കുകയില്ല എന്നും അറിയിച്ചു. പാർവതിയുടെ ഈ അനന്തമായ സ്നേഹം കണ്ട് ശിവൻ വിവാഹത്തിന് സമ്മതിച്ചു. ഐതിഹ്യമനുസരിച്ച് പാർവതീദേവിയെ വിവാഹം കഴിക്കാൻ ശിവൻ എത്തിയപ്പോൾ ഭൂതഗണങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ശിവനെ ഭക്തിയോടെ അലങ്കരിച്ചു. അസ്ഥികളുടെ മാല ധരിച്ചു. പാർവതീദേവിയുടെയും ശിവഭഗവാന്റെയും വിവാഹം ശ്രേഷ്ഠാവായ ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു. പുരാണമനുസരിച്ച് ശിവന്റെയും പാർവതിയുടെയും വിവാഹ തീയതിയെ മഹാശിവരാത്രി എന്നാണ് വിളിച്ചിരുന്നത്.